നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല അയ്യപ്പനെ മറയാക്കി നടന്നത് വൻ തട്ടിപ്പുകൾ. സന്നിധാനത്തെ കട്ടിളപ്പടിയും നടയുമെന്ന് പറഞ്ഞ് ചെന്നൈയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂജ. പങ്കെടുത്തവരിൽ നടൻ ജയറാമും വീരമണി രാജുവും. തന്റെ വീട്ടിൽ പൂജ നടത്തിയത് തെറ്റായെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശരിയാണ്, അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാനും പാടില്ലായിരുന്നു, അദ്ദേഹം കൊണ്ടുവരാനും പാടില്ലായിരുന്നു ഇപ്പൊ തോന്നുന്നു. നെയ്യഭിഷേകത്തിന് തേങ്ങ സന്നിധാനത്തെത്തിച്ച പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കീശയിലാക്കിയത് ലക്ഷക്കണക്കിന് രൂപ. ശബരിമലയെ ചൊല്ലി രാഷ്ട്രീയ വിവാദവും കനത്തു. സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസും ബിജെപിയും. ശബരിമല അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചാരുന്നുണ്ട്. അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു? കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെടാൻ സർക്കാരിനെ വെല്ലുവിളിച്ച വി മുരളീധരൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം കുഴിച്ച കുഴിയിൽ വീണെന്ന് PS പ്രസാദ്. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ സർക്കാരും കത്തോലിക്ക സഭയും തുറന്ന പോരിലേക്ക്. ഭിന്നശേഷി സംവരണത്തിലെ ഒഴിവു പട്ടിക നൽകാത്ത പേരിൽ നിയമനങ്ങൾ അംഗീകരിക്കാത്തതിന് എതിരെ മാർ തോമസ് തറയിൽ. NSSലെ അധ്യാപക നിയമനം മാത്രം അംഗീകരിച്ചത് അനീതിയെന്ന് ആർച്ച് ബിഷപ്പ് ന്യൂസ് 18നോട്. സഭയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറെന്നും വിദ്യാഭ്യാസ മന്ത്രി. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 67 വർഷം തടവ്. 72,000 രൂപ പിഴത്തുകയിൽ 50,000 ഇരയ്ക്ക് നൽകണമെന്നും വിധി. പാലക്കാട് പുതുനഗരത്ത് ജേഴ്സി വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച CPIM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. ഓപ്പറേഷൻ സിന്ദൂർ ദ്രുതവേഗത്തിൽ പാക് ഭീകരതയ്ക്ക് നൽകിയ തിരിച്ചടിയെന്ന തെളിവുകൾ നിരത്തി വ്യോമസേനാ മേധാവി. 5 F-16 പാകിസ്ഥാന്റെ 10 പോർ വിമാനങ്ങൾ തകർത്തെന്ന് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. പാകിസ്ഥാന്റെ പ്രചരണം പൊളിച്ചടുക്കി വാർത്താ സമ്മേളനം. ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ മെനഞ്ഞ മനോഹര കഥയെന്നും വ്യോമസേനാ മേധാവി. പാക് അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 12 പേർ. ക്രമസമാധാന നില വഷളാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അമേരിക്കയിലെ അടച്ചുപൂട്ട് ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി. പരിഹാരമായില്ലെങ്കിൽ വൻ പ്രതിസന്ധി. ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തി വീണ്ടും പ്രസിഡന്റ് ട്രംപ്. മോഹൻലാലിന്റെ വീഡിയോ കാട്ടി വമ്പൻ സൈബർ തട്ടിപ്പ്. മോഹൻലാൽ ഫാൻസ് എന്ന പേരിൽ പേജുണ്ടാക്കി പോസ്റ്റ് ഷെയർ ചെയ്താൽ 10,000 രൂപ സമ്മാനമെന്ന് വാഗ്ദാനം. വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് തട്ടിയെടുക്കും. ഇതിനോടകം വീഡിയോ കണ്ടത് 4 ലക്ഷത്തിലേറെ ആളുകൾ. പകൽ വാർത്തയിലേക്ക് വിശദമായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019 ശബരിമലയിലേക്കുള്ള നടവാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തന്റെ വീട്ടിലും പൂജ നടത്തിയെന്നും അന്വേഷണത്തിൽ വിവരങ്ങൾ തേടിയാൽ സഹകരിക്കുമെന്നും നടൻ ജയറാം ന്യൂസ് 18നോട് പറഞ്ഞു. ശബരിമലയിലേക്കുള്ള നടവാതിൽ എന്ന പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ നടത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. കട്ടളപ്പടിയും നടയും വെച്ചായിരുന്നു പൂജ. അമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ പൂജയ്ക്കെത്തിച്ചത്. പോറ്റി വിളിച്ച പ്രകാരം പൂജയ്ക്ക് പോയിരുന്നെന്ന് നടൻ ജയറാം ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് എന്നെ ബാംഗ്ലൂരിൽ നിന്ന്, അദ്ദേഹത്തിന് ഞാൻ ശബരിമലയിൽ വെച്ച് കാണാറുണ്ട്. അദ്ദേഹം മകരവിളക്കിനൊക്കെ വെച്ച് കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു, അയ്യപ്പന്റെ അങ്ങോട്ടേക്ക് പോകുന്ന സ്വർണം എല്ലാം ശരിയാക്കി മെഡ്രാസിലെ ഒരു ഫാക്ടറിയിൽ അതൊക്കെ പണി കഴിഞ്ഞിരിക്കുന്നു, അടുത്ത ആഴ്ച കൊണ്ടുപോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ്
വന്ന് അതിലേക്ക് ഒരു വിളക്ക് വിളിച്ച് തൊട്ട് തൊഴുത് പോയാൽ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. അങ്ങനെ അമ്പത്തൂരുള്ള ഫാക്ടറിയിൽ ഒരു പൂജ പോലെയൊക്കെ വെച്ചിരുന്നു അവര്. വീരമണി രാജു ഒരു പാട്ടൊക്കെ പാടി ഞാനത് പൂജയൊക്കെ ചെയ്തു. താൻ അഭ്യർത്ഥിച്ച പ്രകാരം ഇവ പിന്നീട് വീട്ടിലെത്തിച്ച് പൂജ നടത്തിയെന്നും ജയറാം സ്ഥിരീകരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ കൂടി ഒന്ന്, അപ്പൊ വലിയ സംഗതിയില്ല, അപ്പൊ അത്ര ഇറക്കാൻ പറ്റില്ല, ചെറുതായിട്ടുള്ളതെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല, താങ്കളെ പോലെ 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്താണെന്ന് പറഞ്ഞു. നേരെ വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ വേഗം വീരമണി രാജുവിനെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാരെയൊക്കെ വിളിച്ചു, ഇങ്ങനെ വരുന്നുണ്ട്, ഇത് കാണാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക്. അപ്പോ അവരെല്ലാരും വന്നു, വീരമണി പാട്ടൊക്കെ പാടി എന്റെ വീടിന്റെ പൂജാമുറിയുടെ അവിടെ ഒരു അരമണിക്കൂർ വെച്ചു. ഗായകൻ വീരമണിയെയും മകനെയും അടക്കം പൂജയ്ക്ക് വീട്ടിലേക്ക് ജയറാം ക്ഷണിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ്. ഇത്രയും സ്വർണമടങ്ങിയ ബാഗ് ഒമ്നി വാനിലാണോ കൊണ്ടുപോകുന്നതെന്ന സംശയം തോന്നിയിരുന്നെന്നും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ജയറാം പറഞ്ഞു. മാരുതി ഒമിനി വാനിലാണ് വന്നത്, അതിൽ കയറ്റി കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോട്ടോ കിട്ടു തന്നു. ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂരി അവിടെ ശബരിമലയിൽ ഇത് ഫിക്സ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. ശബരിമലയുടെ പേരിൽ ചെന്നൈയിലും തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമായതോടെ ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ജയറാമിന്റെ വിശദീകരണത്തിലും അവ്യക്തതകളുണ്ട്. തെറ്റുപറ്റിയെന്ന് ഇപ്പോൾ ജയറാം സമ്മതിക്കുന്നു. ശബരിമല ക്ഷേത്രത്തിലെ വാതിൽപ്പാളികൾ പുറത്തു പൂജിക്കാൻ പാടില്ല എന്നത് ഭക്തനായ ജയറാമിനും അറിയാമായിരുന്നില്ല എന്ന ചോദ്യം ബാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ പൂജകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. നെയ്യഭിഷേകത്തിന്റെ പേരിൽ ഭക്തരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചുവെന്ന് ദേവസ്വം ബോർഡിന് വിവരം ലഭിച്ചു. 2022 ജനുവരി 1 ബാംഗ്ലൂരുവിലെ ഭക്തന്റെ പേരിൽ 18,001 തേങ്ങ അഭിഷേകത്തിന് എത്തിച്ചതും ഉണ്ണികൃഷ്ണനാണ്. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ബാംഗ്ലൂരുവിലും മറ്റു പല സ്ഥലങ്ങളിലും ഇയാൾ പൂജയ്ക്ക് വെച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തെ സ്വാധീനം വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. 2021 ജനുവരി 1 ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഭക്തന് വേണ്ടിയെന്ന് പറഞ്ഞ് 18,001 നെയ്ത്തേങ്ങ അഭിഷേകത്തിനായി കൊണ്ടുവന്നത്. പമ്പയിൽ നിന്ന് ട്രാക്ടറിലായിരുന്നു തേങ്ങ എത്തിച്ചത്. ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അയ്യപ്പനെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായി കണക്കാക്കുന്നതാണ് നെയ്ത്തേങ്ങ. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങ കൊണ്ടുവരണമെന്നതാണ് ആചാരം. ട്രാക്ടറിൽ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ അഭിഷേകം ചെയ്തതിൽ ആചാര ലംഘനം നടന്നിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയരുകയാണ്. മകരവിളക്ക് സീസൺ സമയത്ത് 10,000-കണക്കിന് ഭക്തർ നെയ്യഭിഷേകത്തിന് ക്യൂ നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആചാരം പോലും നോക്കാതെയുള്ള VIP പരിഗണന. 2021 മുതൽ 23 വരെ നിരവധി പ്രാവശ്യം ഇത്തരത്തിൽ കൂട്ടത്തോടെ നെയ്യഭിഷേകത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈയെടുത്തു. ഒടുവിൽ 2023 ദേവസ്വം ബോർഡ് തന്നെ ഇത് വിലക്കുകയായിരുന്നു. നെയ്യഭിഷേകം ഉൾപ്പെടെ പൂജകളുടെ പേരിൽ ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസിന് ലഭിച്ച വിവരം. കഴിഞ്ഞ മകരവിളക്ക് ദിവസം പാണ്ടിത്താവളത്തിൽ സമൂഹ സദ്യ നൽകിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പേരിൽ നിർധന യുവതിക്ക് വീട് വെച്ച് നൽകിയതിലും പ്രധാന സ്പോൺസറായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതൊന്നും ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തതല്ലെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തരിൽ നിന്ന് വലിയ തുക വാങ്ങിയെടുത്തതായും ദേവസ്വം വിജിലൻസ് സംശയിക്കുന്നു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ ശാന്തിയായി ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലും പൂജിച്ചിരുന്നു. മറ്റെവിടെയെല്ലാം ഇത്തരത്തിൽ ഇയാൾ ശബരിമലയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന കാര്യമാണ് ഇനി പുറത്തു വരേണ്ടത്. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കി കോൺഗ്രസും BJPയും അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ശബരിമലയിൽ അയ്യപ്പനെ സംരക്ഷിക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. സ്വർണം പൂശണമെങ്കിൽ അതിന്റെ ആ അമ്പലത്തിന്റെ അവിടെ വെച്ച് തന്നെ പൂശണം. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? അപ്പൊ ദേവസ്വം ബോർഡ് അധികാരികൾക്കും സർക്കാരിനും എല്ലാവർക്കും കൃത്യമായ പങ്കുണ്ട്. ഇവര് അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. ഇതുമാത്രമല്ല, എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ്. ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ്. കളവ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. സുതാര്യത ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയറാണ്. യാതൊരുവിധ പ്രൊസീജിയർ ഫോർമാലിറ്റി ഇല്ലാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമാണ്. സ്വർണം ഒരുപാട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും വളരെ കൃത്യമാണ്.
അയ്യപ്പന്റെ സ്വത്ത് കക്കുന്നവർക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP-യുടെ ചോദ്യം. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആളുകളെ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെ നമുക്ക് നേരായ സർക്കാരായിട്ട് കാണാൻ കഴിയില്ല. അതൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരും സർക്കാരിന്. ഇവിടെ അയ്യപ്പന്റെ സ്വത്ത് വിറ്റോ? ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം. സ്വർണ്ണപ്പാളി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി 2000 മുതൽ 2019 വരെ നാണയമുറിയിലുണ്ടായിരുന്നു. ഈ പറയുന്ന സാഹചര്യങ്ങളിലുണ്ടായിരുന്നു. 19 കൊല്ലം വേണ്ടാത്ത കാര്യം 19-ന് തീരുമാനിച്ചു. ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല. അദ്ദേഹത്തിന്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല. ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോൾ ഈ കൊണ്ടുകൊടുക്കുന്ന ആരാണ്? ഇന്നിപ്പോ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചാരുന്നുണ്ട്. അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു? ഇത്രയും വലിയ വെട്ടിപ്പ് നടന്നിട്ട് 2 ദേവസ്വം പ്രസിഡന്റുമാർ അറിഞ്ഞില്ലേ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. പുറത്തുവരുന്ന കാര്യങ്ങൾ കേട്ട് അയ്യപ്പ ഭക്തർക്ക് ആശങ്കയാണ് എന്ന് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന് ഇത്രയും വലിയ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ അധികാരം എന്താണ്? അപ്പോൾ ഇത് അടുത്ത ആശങ്ക ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. കേരളത്തിന്റെ അഭിമാനമാണ്. കോടാനുകോടി ഭക്തജനങ്ങൾ വരുന്ന കലിയുഗവരതനായ അയ്യപ്പ സന്നിധിയിൽ ഇത്രയും വെട്ടിപ്പ് നടന്നിട്ട് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ്? ആരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്? മാത്രമല്ല, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ വ്യക്തമായി പ്രതികരിക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം കൊണ്ട് ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിന് പകരം ഇവിടെ വേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സമഗ്ര അന്വേഷണമാണ് വേണ്ടത്. ഇത് ഭക്തജനങ്ങളെ കബളിപ്പിക്കുക. കേന്ദ്ര ഏജൻസി അന്വേഷണം സർക്കാർ ആവശ്യപ്പെടുമോ എന്ന ചോദ്യമായിരുന്നു BJP നേതാവ് V മുരളീധരൻ ഉന്നയിച്ചത്. ആചാര ലംഘനത്തിന് ശ്രമം നടത്തിയ അതേ കാലയളവിൽ ആണ് ഇതും നടന്നത്. ദേവസ്വം വിജിലൻസ് അപ്രസക്തം എന്നും V മുരളീധരൻ കുറ്റപ്പെടുത്തി. ശബരിമല ശ്രീകോവിലിനെ വിറ്റ് ചരക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായി സർക്കാർ ആ കാലത്ത് നടത്തിയത്. ഒരു വശത്ത് ആചാരലംഘനത്തിന് കുടപിടിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശബരിമലയിലെ സ്വർണം, അത് ശ്രീകോവിലിലെ സ്വർണം, ആ സ്വർണം തന്നെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആരും കേട്ടിട്ടില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് സർക്കാർ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ, ക്ഷേത്രവിശ്വാസികളുടെ, ആ വിശ്വാസികളുടെ മുഴുവൻ തന്നെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിരിക്കുന്നു. സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും എന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മറുപടി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പൊറ്റി സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്നും പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് 1999 മുതൽ 2025 വരെയുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂജാ അവധി കഴിഞ്ഞ് എപ്പോഴാണോ കോടതി തുറക്കുന്നത് അന്ന് തന്നെ കോടതിയോട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം, അത് സ്വർണ്ണത്തിൻ്റെ തൂക്കമാവട്ടെ, സ്വർണ്ണത്തിൻ്റെ അളവാവട്ടെ, ഇത്തരം അവതാരങ്ങളെ സംബന്ധിച്ചാവട്ടെ, ഇതെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോഴാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം പുറത്തു വരുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത്. ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ്. ഉദ്യോഗസ്ഥരെ പഴിചാരി കൈകഴുകാനുള്ള ശ്രമമാണ് CPIM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ അനുവാദപ്രകാരം പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥൻ, കസ്റ്റോഡിയൻ ഉദ്യോഗസ്ഥനാണ്, പോറ്റിയല്ല. പോറ്റി ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ആത്മീയ കച്ചവടം നടത്താൻ അവസരം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഉത്തരം പറയേണ്ടി വരും.
അല്ല, ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഒഴിവാക്കിയിട്ട് ഇത് CPM-ന്റെ കുഴപ്പമാണ്, പാർട്ടി തീരുമാനിച്ചാണ് എന്നൊക്കെ RSSകാർ വന്ന് പറയുമ്പോഴത്തേക്കും അവരിതിനെ നന്നാക്കാനല്ല നടക്കുന്നതെന്ന് നാട്ടിലെ മുഴുവൻ അറിയാം. അവിടെ കൃത്യമാണ്, വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. കമ്പനി നിയമം അനുസരിച്ച് ഒരിക്കൽ പ്ലേറ്റിംഗ് ചെയ്ത വസ്തു പിന്നീട് എടുക്കില്ലെന്ന് സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ KB പ്രദീപ് കുമാർ പറഞ്ഞു. കമ്പനിയുടെ പക്കൽ എത്തിച്ചത് ചെമ്പുപാളികളാണ് എന്നും അതിൽ ഒന്നും പൂശിയിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ശബരിമലയിൽ വേറെയും പ്ലേറ്റിംഗ് ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നും പ്രദീപ് കുമാർ പറഞ്ഞു. കമ്പനിയുടെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഒരിക്കൽ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പൂശുകയോ എന്തെങ്കിലും കവറിങ്ങോ ചെയ്ത ഒരു ആർട്ടിക്കിൾ കമ്പനി ഗോൾഡ് പ്ലേറ്റിങ്ങിനായിട്ട് സ്വീകരിക്കത്തില്ല. അപ്പോൾ ഒരു ബെയർ ബോഡീഡ് മെറ്റലായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ മാത്രമേ നമ്മൾ എപ്പോഴും ഗോൾഡ് പ്ലേറ്റിങ്ങിന് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പറിലുണ്ടാക്കിയ സാധനമാണെങ്കിൽ അതിൻ്റെ പുറത്തൊന്നും ഉണ്ടാവാൻ പാടില്ല, അതിൻ്റെ പുറത്ത് ഒന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ബെയർ മെറ്റൽ സാധനമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതാണ് കമ്പനിയുടെ പ്രോട്ടോക്കോള്. അതിന് കമ്പനിക്ക് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ഉടൻ ചോദ്യം ചെയ്യും. ചെന്നൈയിലും ബാംഗ്ലൂരുവിലും മറ്റിടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പിരിവ് നടത്തിയെന്ന നിഗമനത്തിൽ ആണ് അന്വേഷണ സംഘം. മങ്ങിയ പാളികൾ വീണ്ടും സ്വർണം പൂശുന്നതിനും അന്നദാനത്തിനുമായി പിരിവ് നടത്തി എന്നാണ് സംശയം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലെ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന വിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കം അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ദുരൂഹമായ പല ഭൂമി ഇടപാടുകളും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ തെളിവുകൾ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പേരുകളിൽ ഇയാൾ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ദേവസ്വം വിജിലൻസിന് മുമ്പിൽ നാളെ ഹാജരാകാൻ നേരത്തെ നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇയാൾ തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അവിടെ മാധ്യമങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തന്നെ വേട്ടയാടാനുള്ള ശ്രമം നടക്കുന്നു എന്ന തരത്തിലൊക്കെ. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ അയാൾ തയ്യാറായിരുന്നില്ല. പക്ഷേ നിലവിൽ വിജിലൻസിന് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തിലേക്ക് വഴിവെച്ച സ്വർണ്ണപ്പാളി ഈ ശബരിമലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചതാര്? ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയെങ്കിലും ബെനാമിയായിരുന്നോ? അതോ ഇടനിലക്കാർക്ക് വേണ്ടി ഇയാൾ ചെയ്ത സഹായമാണോ ഇത്? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം കടക്കുന്നത്. നാളെ വിശദമായി ഇയാളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം വിജിലൻസ് ഉള്ളത്. നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തലസ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. എയ്ഡഡ് കോളേജിലെ അധ്യാപന നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ NSSന് കൊടുത്ത ആനുകൂല്യം തങ്ങൾക്കും നൽകണമെന്ന് തോമസ് തറയിൽ ന്യൂസ് 18നോട് പറഞ്ഞു. ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി സർക്കാർ നീക്കം നടത്തുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കണോ എന്ന ചോദ്യവും തറയിൽ ഉന്നയിച്ചു. ജനാധിപത്യ സർക്കാർ എല്ലാ ജനങ്ങൾക്കും വേണ്ടി സമത്വത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും ഒരേ അവകാശങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും വിവേചനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തോമസ് തറയിൽ പറഞ്ഞു. എയ്ഡഡ് സ്കൂൾ സ്ഥാപനങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ സഭകൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. സമരത്തിലാണവർ. പക്ഷേ സർക്കാർ അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും സഭകളുടെ നിലപാടിനെ ഫലത്തിൽ തള്ളി പറയുകയാണ്. എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട്. എന്നോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലാണ് ചേരുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഈ സഭകളുടെ സമര രീതികളെ അടക്കം സംശയത്തോടെയാണ് മന്ത്രി കാണുന്നത്. എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം? നമ്മളൊരിക്കലും സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. വളരെ സമാധാനപൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ സേവന മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും.
പക്ഷേ എന്തുകൊണ്ട് സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നു? കുറേ വർഷങ്ങളായിട്ട് ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഭിന്നശേഷിക്കാർക്ക് 4% സംവരണം കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നിയമനങ്ങൾ ഒഴിച്ചിടാമെന്ന് ഞങ്ങൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു, ഗവൺമെന്റിന്റെ സത്യവാങ്മൂലം കൊടുത്തു. ഈ പോസ്റ്റുകൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റ് ആൾക്കാരുടെ നിയമനങ്ങൾ അംഗീകരിക്കുക. ഇത് ഏറ്റവും ന്യായമായ ഒരു ആവശ്യമാണ്. ഇതേ ആവശ്യമായിട്ടാണ് NSS സുപ്രീം കോടതിയെ സമീപിച്ചതും അവർക്ക് അനുകൂലമായ ഒരു വിധി ലഭിച്ചതും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു വിധിയുടെ ആനുകൂല്യം ഞങ്ങൾക്കും NSSന് മാത്രമുള്ള വിധിയാണ്. അതുകൊണ്ട് ക്രൈസ്തവ മാനേജ്മെന്റുകളിലെയോ മറ്റു മാനേജ്മെന്റുകളിലെയോ അധ്യാപകർക്ക് നൽകിയില്ലെങ്കിലും കോടതി അലക്ഷ്യമില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഇവരുടെ നിയമനങ്ങൾ അംഗീകരിക്കരുത് എന്ന് അർത്ഥമില്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധിയിൽ NSSന്റെ ബാക്കി എല്ലാ നിയമനങ്ങളും അംഗീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു മാനേജ്മെന്റുകളെ അംഗീകരിക്കാമല്ലോ. എല്ലാവർക്കും ഒരേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നൽകാൻ ഉള്ള ഒരു മനസ്സുണ്ടാവണം. അത് പതിവായിട്ടത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. ഭൂരിപക്ഷ വോട്ടുകൾ അവർ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും എതിർപ്പില്ല. പക്ഷെ അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ന്യായമായ അവകാശങ്ങളെ കവർന്നെടുക്കേണ്ടതുണ്ടോ? ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം പ്രതികരണങ്ങൾ നടത്തുമ്പോഴും മുഖ്യമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയ ഇടപെടലിനെയും അദ്ദേഹം പ്രതീക്ഷയോടെ കാണുകയാണ്. എന്തായാലും സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ, ചർച്ചകൾ ഇനി എങ്ങനെയുണ്ടാകും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണാം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ അധ്യാപന നിയമനത്തിന് അംഗീകാരം നൽകാത്തതുമായി ബന്ധപ്പെട്ട സർക്കാരും ക്രൈസ്തവ സഭകളും തമ്മിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഏറ്റുമുട്ടൽ നടത്തുന്നതിനിടെയാണ് തോമസ് തറയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസമായി സഭകളെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് എടുത്തിരുന്നു. പല പരാമർശങ്ങളും തങ്ങൾ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ തങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരാണ്, നിയമവിരുദ്ധതയ്ക്കാണ് ഫലത്തിൽ സഭകൾ ശ്രമിക്കുന്നതെന്ന അടക്കമുള്ള ആരോപണങ്ങൾ മന്ത്രി ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയുമായാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ഫലത്തിൽ NSSന് കൊടുത്ത ആനുകൂല്യങ്ങൾ തങ്ങൾക്കും കിട്ടിയാൽ മതി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുകയാണ് സഭ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സമത്വത്തോടെ പ്രവർത്തിക്കുകയാണ് സർക്കാരുകൾ ചെയ്യേണ്ടത്, എല്ലാവർക്കും വേണ്ടിയാണ് സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇവിടെ ഒരു വിവേചനമാണ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് തോമസ് തറയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമുക്കറിയാം, ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പല ശ്രമങ്ങളും സർക്കാർ നടത്തുന്നു എന്ന സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ NSS, SNDP ഉള്ള സാമുദായിക സംഘടനകളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് സഭ ഇത്തരത്തിലൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ എടുത്ത് കാണാനുള്ളത്, ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി സർക്കാർ ശ്രമിച്ചോട്ടെ, പക്ഷെ ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ കവർന്നെടുക്കണോ എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ് തോമസ് തറയിൽ ചെയ്യുന്നത്. തീർച്ചയായും സർക്കാരിന് ഒരു പരിധിയിൽ ഇത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലല്ല മന്ത്രിയുടെ പ്രതികരണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഏതാണ്ട് 16,000-ലധികം കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ നിയമനത്തിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. നേരത്തെയുള്ള മലയോര പ്രശ്നമോ അല്ലെങ്കിൽ കുട്ടനാടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൂപതിവ് ചട്ട ഭേദഗതിയോ ഒക്കെ അതിനൊക്കെ പരിഹാരമുണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് സഭകളുടെ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട സ്കൂളുകളിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ മന്ത്രിയും മറ്റ് MLA-മാരും എല്ലാം ചേർന്നുകൊണ്ട് മന്ത്രിയെ സമീപിച്ചത്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ സന്ദർശിച്ചത്. പക്ഷെ അതിനുശേഷവും മന്ത്രി ഇതിലൊരു നിലപാട് മയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഒരു രൂക്ഷമായ പ്രതികരണവുമായി സഭ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കെ ഇതായിരിക്കില്ല, ഇത് ശിവൻകുട്ടി മന്ത്രി പറയുന്നത് ആയിരിക്കില്ല സർക്കാർ നിലപാട്. മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കും എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ 16,000-ഓളം അധ്യാപകരുടെ നിയമനാംഗീകാരം ഫലത്തിൽ നൽകുക എന്നുള്ളത് സർക്കാരിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയായിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ട വിഷയമാണ്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വലിയ മധ്യ കേരളത്തിൽ ഉള്ള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷൻ തന്നെയാണ് തോമസ് തറയിൽ. അദ്ദേഹം സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഫലത്തിൽ ഈ പാലയും കാഞ്ഞിരപ്പള്ളിയും എല്ലാം ചേർന്ന് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ ഫലത്തിൽ പ്രതിസന്ധിയിലാക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാകുക എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്.
ഭിന്നശേഷിക്കാരുടെ സംവരണ വിഷയത്തിൽ സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടി. അനുകൂലമായ കോടതി വിധി NSSന് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. അത് ചൂണ്ടിക്കാട്ടി എല്ലാവർക്കും അത് ബാധകമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നുമാണ് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് ലഭിച്ച നിയമോപദേശം. സമാധാനപരമായി പോകുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമാധാനം ഇല്ലാതാക്കാൻ ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. 3% 4% ടോട്ടൽ സീറ്റിൽ റിസർവേഷൻ ഭിന്നശേഷിക്കാർക്ക് മാറ്റിവെക്കണമെന്നുള്ളതാണ് കോടതി വിധി എന്ന് പറയുന്നത്. അപ്പോൾ NSS വാങ്ങിയിരിക്കുന്ന വിധി എന്ന് പറയുന്നത് ഞങ്ങൾ മാറ്റിവെക്കാന്നുള്ള അഫിഡവിറ്റ് കൊടുക്കാം, മറ്റ് ജനറൽ കാറ്റഗറിക്ക് അപ്പോയിൻമെന്റ് നടത്താൻ ഉള്ള അനുവാദം തരണമെന്നുള്ളതാണ്. അപ്പോൾ അത് NSSന്റെ ഭാഗമായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ ഇപ്പോൾ ആവശ്യക്കാർ പറയുന്നത്, ഈ സമരരംഗം നിൽക്കുന്നത് പറയുന്നത് NSSന്റെ വിധി വെച്ചിട്ട് ഞങ്ങൾക്കും ആനുകൂല്യം നൽകണമെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അത് NSSന് മാത്രമുള്ള വിധിയാണ്. അപ്പോൾ ഓരോരുത്തരും കോടതിയിൽ നിന്ന് അവർക്ക് വിധി വാങ്ങേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു വളരെ സമാധാനപരമായിട്ടും ഒക്കെ പോകുന്ന ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നമ്മളൊരു ആ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല. ഇതാണ് കോടതിയുടെയും ഒക്കെ വിധി. പക്ഷേ അവരോട്ട് സംസാരിക്കാൻ തയ്യാറാണ്. സംസാരിച്ച പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കും. അധ്യാപക നിയമനത്തിൽ സർക്കാർ കള്ളക്കളി അവസാനിപ്പിക്കണമെന്ന് മോൻസ് ജോസഫ് MLA. ദൗർഭാഗ്യകരമായ പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത് എന്നും മോൻസ് ജോസഫ് വിമർശിച്ചു. ഭിന്നശേഷി ഒഴിവു വിവരം സർക്കാരിന് നൽകിയിട്ടും സർക്കാർ നിയമനം നടത്താതെ ഒളിച്ചു കളിക്കുകയാണ് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ. ഭിന്നശേഷി ഒഴിവ് സംബന്ധമായ കണക്ക് സർക്കാർ പുറത്തുവിടണമെന്നും രാജീവ് കൊച്ചുപറമ്പിൽ ആവശ്യപ്പെട്ടു. അധ്യാപക നിയമനത്തിന്റെ ഭിന്നശേഷി ആളുകളുടെ ലിസ്റ്റുകൾ സർക്കാരിന് കൈമാറിയിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആ ആളുകൾക്ക് നിയമനം നൽകുവാനായിട്ട് തയ്യാറാകാത്തത്? എന്നിട്ട് മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റ് തരുന്നില്ല എന്ന് ആളുകളുടെ ഇടയിലേക്ക് തെറ്റായിട്ടൊരു പ്രചാരണം കൊടുക്കുന്നത് വളരെ ബോധപൂർവമാണ്. ഇതൊരു വർഗീയത സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് വിചാരിക്കുകയാണ്. സമൂഹത്തിൽ ആളുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി, മറ്റ് ജനവിഭാഗങ്ങളോട് ഭിന്നിപ്പുണ്ടാക്കി, ഈ നാട് സ്പർദ്ധയുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുവാനായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണൂർ കരിയാട് മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരെ നടന്ന പ്രതിഷേധം ശരിയായ സമരരീതിയല്ല എന്ന് KP മോഹനൻ MLA. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ചർച്ച ചെയ്താണ്. ഇത്തരം സമരരീതിയോട് യോജിക്കാൻ സാധിക്കില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് തന്നെ തടഞ്ഞത്. പ്രശ്നപരിഹാരത്തിനായി ഈ മാസം 5-ന് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുമെന്നും കൂത്തുപറമ്പ് MLA വ്യക്തമാക്കി. അതേസമയം KP മോഹനെതിരെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. MLAക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തി. ചെയർമാനോട് ഞാൻ പറഞ്ഞു, നമുക്കിതൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഒരു ദിവസം അവരെയും ഇതിന്റെ 4-5 പേരെ ഇതിൽപ്പെട്ടവരെയും അതോടൊപ്പം തണലിൻ്റെവരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ പ്രദേശത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തെയും വിളിച്ച് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് 5-ാം തീയതി രാവിലെ 9 മണിക്ക് അത് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ത് തന്നെയായാലും അതിൻ്റെ ഒരു രീതി ശരിയായില്ല എന്നതാണ്. അവരെ സമരവും കാര്യവുമായിട്ടൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. ഞാൻ അതിൻ്റെ തണലിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഇതിരേഷനോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹവും ഇടപെടുന്നുണ്ട്. പറഞ്ഞത് ഇപ്പോഴാണ്, വളരെ മുമ്പൊന്നും എൻ്റെ അടുത്ത് വിവരം വന്നിട്ടില്ല. മതരാഷ്ട്രബന്ധം എന്ന ആശയം വീണ്ടും സജീവമാക്കാൻ ഒരുങ്ങുന്നോ ജമാഅത്തെ ഇസ്ലാമി? സ്ഥാപക നേതാവ് മൗദൂദിയുടെ ആശയങ്ങളിൽ ഊന്നി ഇസ്ലാമിക് രാഷ്ട്രീയ ചിന്തയെന്ന വിഷയത്തിൽ സംഘടനയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയുടെ ചർച്ച ഇന്ന് മലപ്പുറത്ത് നടക്കും. ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ UDF നേതൃത്വത്തെ കൂടി വെട്ടിലാക്കുന്നതാണ് ഈ നീക്കം. ഭൂരിപക്ഷ വിഭാഗങ്ങളുമായി ഇടതുമുന്നണി കൂടുതൽ സഹകരണത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് UDFുമായി സഹകരിക്കുന്ന സംഘടനയുടെ വിവാദ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. സയ്യിദ് മൗദൂദിയും ഷെയ്ഖ് ഖറദാവിയും ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തയും വികാസവും എന്ന വിഷയത്തിലാണ് സോളിഡാരിറ്റി ഇന്ന് ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കുന്നത്. വൈകുന്നേരം 7 മണിക്കാണ് മലപ്പുറത്തെ ഈ ഒരു ചർച്ചാ സദസ്സ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് തികച്ചും മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത, പൊതുജനങ്ങൾ ഉൾപ്പെടുത്താത്ത പാർട്ടിയുടെ പ്രവർത്തകരും അല്ലെങ്കിൽ
ഈ സോളിഡാരിറ്റി പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ടവർ മാത്രം പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഉയർന്ന വിമർശനങ്ങൾ വലുതാണ്. കാരണം നേരത്തെ തന്നെ വെൽഫെയർ പാർട്ടിയെ ഒപ്പം കൂട്ടിയപ്പോൾ അവരുടെ മൗദൂദി ആശയങ്ങൾ അവർ ഒഴിവാക്കി എന്ന വലിയൊരു വിശദീകരണമാണ്, ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു VD സതീശൻ നൽകിയിരുന്നത്. എന്നാൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു യുവജന സംഘടനാ വിഭാഗമായിട്ടുള്ള സോളിഡാരിറ്റി തന്നെ ഈ വിഷയത്തിൽ വലിയ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു, ചർച്ചാ സംഘങ്ങൾ സംഘടിപ്പിക്കുന്നു പറയുമ്പോൾ അവരുടെ ആശയത്തിൽ അവർ പിന്മാറിയിട്ടില്ല. അവർ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് വ്യക്തം. സ്വാഭാവികമായിട്ടും അവരെ ഒപ്പം കൂട്ടുന്ന അല്ലെങ്കിൽ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപിത ഘടകകക്ഷി അല്ലെങ്കിലും അവരെ ഒപ്പം കൂട്ടിയിട്ടുള്ള UDF ഇതിന് മറുപടി പറയേണ്ടി വരും. ലീഗും കോൺഗ്രസും ഇതിൽ വിശദീകരണം നൽകേണ്ടി വരും. ലീഗാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ ഇതുവരെ ലഭ്യമായിട്ടില്ല. നമ്മൾ ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് അവരുടെ കാര്യമാണ്, അറിയില്ല എന്ന തരത്തിലാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണമുള്ളത്. പക്ഷേ ഇടതുപക്ഷം ഇപ്പോൾ തന്നെ ഇതിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൗദൂദി ആശയങ്ങൾ അത് ലീഗിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാനാണ് വെൽഫെയർ പാർട്ടി ശ്രമിക്കുന്നത്. അത്തരത്തിലൊരു തീവ്ര വർഗീയ സംഘടനകളുമായിട്ടുള്ള ബന്ധത്തെയാണ് ഇടതുപക്ഷം ചോദ്യം ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇടതു നേതാക്കൾ ആവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ലീഗും കോൺഗ്രസും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ അവർ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നവരല്ല എന്ന വിശദീകരണം നൽകിയാണ് അവരൊപ്പം കൂട്ടിയത്. ഇപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇതിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇത് വലിയ വിമർശനത്തിന് ഇപ്പോൾ തന്നെ ആയുധമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തെ. എന്നാൽ ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സോളിഡാരിറ്റി നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തി നിൽക്കെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്, രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുള്ളതുമാണ്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 67 വർഷം തടവ്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 72,000 രൂപ പിഴയും ഒടുക്കണം, 50,000 രൂപ ഇരയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു. 2024 ഫെബ്രുവരി 19 കേസിന് ആസ്പദമായ സംഭവം. റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ച് വരികയായിരുന്ന നാടോടി സംഘത്തിലെ കുട്ടിയെ മിഠായി നൽകി പ്രലോഭിപ്പിച്ച ശേഷം പ്രതി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. ഒച്ചവെച്ച കുട്ടിയെ വാ പൊത്തിപ്പിടിച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ ശേഷം മരിച്ചെന്ന് കരുതി തൊട്ടടുത്ത ഓടയിലേക്ക് ഉപേക്ഷിച്ചു. തുടർന്ന് അർദ്ധരാത്രിയോടെ കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പിതാവ് പരാതി നൽകിയും 19 മണിക്കൂറോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 500 അടി താഴ്ചയുള്ള ഓടയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലെത്തിക്കുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്തു. കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. തുടർന്ന് പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. 13 ദിവസത്തിനുള്ളിൽ പ്രതിയെ പിടികൂടി. ഈ പ്രതി ഇതിനു മുൻപും ഇത്തരത്തിൽ പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും തുടർന്ന് ശിക്ഷ അനുഭവിച്ചു വരികയുമായിരുന്നു. കൃത്യം ചെയ്ത പ്രതി ഇവിടെ നിന്നും സ്ഥലം വിട്ട് ആലുവയിലേക്കും തുടർന്ന് പഴനിയിലടക്കം പോയി മൊട്ടയടിക്കുകയും രൂപമാറ്റം വരുത്തിയും മറ്റുമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഭാഗത്തൂടെ സഞ്ചരിച്ച സിം കാർഡുകളുടെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച പോലീസ് തെളിവുകളൊന്നും ലഭിക്കാത്തതിന്റെ ഭാഗമായി തുടർന്ന് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിയത്. തുടർന്ന് ഇതിനു മുൻപ് നടത്തിയ കൃത്യങ്ങളിലെ അടക്കം വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ ഈ പ്രതിക്ക് 67 വർഷം തടവ് ശിക്ഷയാണ് തിരുവനന്തപുരം പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. രൂപം മാറി സഞ്ചരിച്ച പ്രതിയെ തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ പല ഭാഗങ്ങളിലും പോലീസ് വലവിരിച്ച് കാത്തിരുന്ന ശേഷം അതിവിദഗ്ധമായി പിടികൂടുകയായിരുന്നു. ഈ പ്രതിക്ക് കനത്ത ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷനും ഒപ്പം പോലീസ് അന്വേഷണത്തിനും വലിയ ഒരു പങ്കുണ്ട്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പോക്സോ കേസിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായിരിക്കുന്നു. പാലക്കാട് പുതുനഗരം ചെട്ടിയത്തുകുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി പുതുനഗരം വാരിയത്തുകളം N ഷാജിയാണ് അറസ്റ്റിലായത്. കൊടുവായൂരിൽ കായിക ഉപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്ന ആൾ ആണ് പ്രതി ഷാജി. ജേഴ്സി വാങ്ങാൻ കടയിൽ എത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ആണ് ഇയാൾ ഉപദ്രവിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംഭവത്തെ തുടർന്ന് CPIM ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കാസർഗോഡ് 13-കാരിയെ പീഡിപ്പിച്ച പിതാവ് അറസ്റ്റിൽ. പ്രതിയായ 45-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് പെൺകുട്ടി 4 മാസം ഗർഭിണിയാണ് എന്ന വിവരം പുറത്തറിഞ്ഞത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പ്രതിയെ നാട്ടുകാർ പിടികൂടി. നടൻ മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച സൈബർ തട്ടിപ്പിന് ശ്രമം. താരത്തിന്റെ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്നവർക്ക് പണം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. മോഹൻലാൽ ഫാൻസ് എന്ന പേജിലാണ് മോഹൻലാലിന്റെ വീഡിയോയും ചിത്രങ്ങളും ഉപയോഗിച്ച് പണം സമ്മാനമായി വാഗ്ദാനം നൽകുന്നത്. വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുന്നവർക്ക് ആദ്യം ഇൻബോക്സിൽ മെസ്സേജ് ലഭിക്കും.
ഈ പോസ്റ്റ് പ്രൊഫൈലിലും 10 ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണമെന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പ്രധാന നിബന്ധന. ഇക്കാര്യങ്ങൾ പൂർത്തിയാകുന്നതോടെയാണ് വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ആവശ്യപ്പെടുന്നത്. സൈറ്റിലെത്തുന്നതോടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ആവശ്യപ്പെട്ട് സന്ദേശമെത്തും. സമ്മാനം നൽകാൻ തെരഞ്ഞെടുത്തയാളുടെ അക്കൗണ്ടും ഇമെയിൽ വിലാസവും പരിശോധിക്കുമെന്ന് സന്ദേശത്തിൽ പറയുന്നു. ഇതിനകം 4 ലക്ഷത്തിലധികം ആളുകളാണ് വീഡിയോ കണ്ടിരിക്കുന്നത്. 8500-ലധികം ഷെയറുകളുമുണ്ട്. ഈ പേജിന് മോഹൻലാലുമായോ ഔദ്യോഗിക ഫാൻ പേജുകളുമായോ ബന്ധമില്ലെന്നാണ് മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പറയുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ കല്യാട് വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയ സംഭവത്തിൽ പൂജാരി അറസ്റ്റിൽ. കർണാടക ഹസൻ സ്വദേശിയായ മഞ്ജുനാഥാൻ ആണ് അറസ്റ്റിലായത്. വീട്ടിലെ പ്രേതശല്യം ഒഴിപ്പിക്കാൻ 2 ലക്ഷം രൂപ മാത്രമാണ് വാങ്ങിയത് എന്നാണ് പ്രതിയുടെ മൊഴി. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നായിരുന്നു കല്യാടുള്ള ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും ദർശിത മോഷ്ടിച്ചത്. അടുത്ത ദിവസം ഹൊൻസൂരിലെ ലോഡ്ജിൽ ദർശിതയെ കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വയനാടിനുള്ള കേന്ദ്ര സഹായത്തിലെ കുറവ് കേരളത്തോടുള്ള അവഗണനയെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് സഹായം ആവശ്യപ്പെടണം. കേന്ദ്ര സർക്കാർ കൂടുതൽ ഫണ്ട് കേരളത്തിലേക്ക് അനുവദിക്കണം എന്നും ചെന്നിത്തല പറഞ്ഞു. നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ എല്ലാ വിശദമായ വിവരങ്ങളും കേരള ഗവൺമെന്റ് കൊടുത്തതാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ കൊടുത്തിട്ടും കേരളത്തിൽ 260 കോടിയാണ് കൊടുത്തത്. അത് കേരളത്തോടുള്ള അവഗണനയാണ്. കൂടുതൽ ഫണ്ട് അനുവദിക്കണം. എനിക്ക് പറയാനുള്ള കേരള മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് ആവശ്യപ്പെടണം. ഇത് ശരിയല്ല. കേരളത്തോട് ഈ ചിറ്റമ്മ നയം അവസാനിപ്പിക്കണം. കൂടുതൽ ഫണ്ട് കൊടുത്ത് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാറ്. CPIM വേദിയിലെത്തിയത് സ്ത്രീപക്ഷ നിലപാടിന്റെ ഭാഗമായെന്ന് റിനി ആൻ ജോർജ്. താൻ CPIM പരിപാടിയിൽ പങ്കെടുത്തത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായില്ല. ഈ വിഷയം സംസാരിക്കാൻ ആര് ക്ഷണിച്ചാലും പോകും. തന്നെ താറടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഈ രീതി തുടർന്നാൽ അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയുമെന്നും അത് പലരും താങ്ങില്ല എന്നും റിനി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണമാണ് റിനി നേരിട്ടത്. CPIM നേതാവ് KJ ഷൈനിന് എതിരായ സൈബർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ CPIM സംഘടിപ്പിച്ച പരിപാടിയിൽ ആയിരുന്നു റിനി പങ്കെടുത്തത്. CPM ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടി, പെൺ പ്രതിരോധം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അതൊരു രാഷ്ട്രീയമായ പാർട്ടി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടോ ആ രീതിയിലൊന്നുമല്ല. ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണ് ചെയ്തത്. എനിക്ക് ഉള്ള എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എൻ്റെ രാഷ്ട്രീയ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും, അതിനിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഏത് ജനാധിപത്യ സംഘടനയുടെ ഭാഗമായിട്ട് എന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യും. എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുമുണ്ട്. അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും. തിരുവോണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് നാളെ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് അച്ചടിച്ച ടിക്കറ്റുകൾ വിറ്റുപോകാതിരുന്ന പശ്ചാത്തലത്തിലാണ് നറുക്കെടുപ്പ് ഒരാഴ്ച കൂടി നീട്ടിവെച്ചത്. 75 ലക്ഷം ടിക്കറ്റുകൾ ആണ് ലോട്ടറി വകുപ്പ് അച്ചടിച്ചത്. പാലക്കാട് സീരീസ് ടിക്കറ്റുകൾക്കാണ് ഇത്തവണയും ആവശ്യക്കാർ ഏറെയെന്ന് കച്ചവടക്കാർ പറയുന്നു. തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയിലാണ് ഭാഗ്യാന്വേഷികൾ. ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുപോകാതിരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ 27-ാം തീയതി നടക്കേണ്ടിയിരുന്ന നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. 75 ലക്ഷം ടിക്കറ്റുകളായിരുന്നു ഇത്തവണ അച്ചടിച്ചത്. പക്ഷേ അതിൽ മുഴുവൻ ടിക്കറ്റുകളും ഡീലർമാർക്ക്, ഏജന്റുമാർക്ക് വിറ്റിരുന്നെങ്കിലും അവിടെ നിന്ന് അത് ചെറുകിട കച്ചവടക്കാർക്ക് അധികം എത്തുന്നതിൽ താമസം നേരിടുകയും കടുത്ത പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാകുകയും ചെയ്തതോടെയാണ് ടിക്കറ്റുകൾ പൂർണ്ണമായി വിറ്റുപോകാത്ത സ്ഥിതിയുണ്ടായത്. അങ്ങനെയാണ്
ഈ നറുക്കെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് 14 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയ പാലക്കാടാണ് 1-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്ത് തൃശ്ശൂരാണ്. അവിടെ ഏതാണ്ട് 9,37,000 ചില്ലുമാനം ടിക്കറ്റുകൾ തൃശ്ശൂരിലും, തിരുവനന്തപുരത്ത് 8,75,000 ടിക്കറ്റുകൾ വിറ്റുപോയി തിരുവനന്തപുരം തൊട്ടു പിന്നിലായുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 71,40,000 തിരുവോണം ബമ്പർ ടിക്കറ്റുകളായിരുന്നു വിൽപ്പന നടത്തിയത്. അതിൽ തന്നെ 1-ാം സമ്മാനമായി 25 കോടി രൂപ ഭാഗ്യവാന് ലഭിക്കുമ്പോൾ 1 കോടി രൂപ വീതം 2-ാം സമ്മാനമായി 20 പേർക്ക് ലഭിക്കും. 3-ാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുമെന്നതാണ് പ്രത്യേകം. ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയിലെ ഏറ്റവും കൂടുതൽ ഈ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന ഒരു ലോട്ടറി സ്ഥാപനത്തിലാണ്. എങ്ങനെയുണ്ട്? ഒരു ദിവസം മാത്രമാണ് ബാക്കി നറുക്കെടുപ്പിന്. എങ്ങനെയുണ്ട് നറുക്കെടുപ്പ്? ഈ 4-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചെങ്കിലും അതനുസരിച്ച് കച്ചവടം നല്ല നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാടിനാണ് എല്ലാവർക്കും പ്രിയം. 1 സമ്മാനം, 2 സമ്മാനം തിരുവനന്തപുരത്താണ് വന്നിരിക്കുന്നത്. വിറ്റ് തീർന്നതിന്റെ റെക്കോർഡ് മിക്കതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ മിച്ചമുള്ള ഏതൊക്കെയാണ്? ചില കൊല്ലവും മലപ്പുറമാണ് ഉള്ളത്. അത് കുറെ തീർന്നുകൊണ്ടിരിക്കും. തിരുവനന്തപുരം നല്ല രീതിയിൽ പോകുന്നുണ്ട്. മിച്ചമുള്ളത് കൊല്ലവും മലപ്പുറം. അപ്പൊ ഇത്തവണ അറിയാതെ കൊല്ലത്തോ മലപ്പുറത്തോ പ്രൈസെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ 4-ാം തീയതിയിലേക്ക് ഈ നറുക്കെടുപ്പ് മാറ്റിയത് നിങ്ങൾക്ക് ഗുണം ചെയ്തോ? പിന്നെ തീർച്ചയായും. കാരണം ഈ മഴയൊക്കെ വന്നതുകൊണ്ട് കാരണം കച്ചവടം മോശമായിരുന്നു ബമ്പറിന്റെ. ഇനി ഇത്ര ടിക്കറ്റുകളൂടെ ഉള്ളൂ, ബാക്കിയെല്ലാം പറ്റുന്നു. അതെ. അപ്പൊ ഇത്തവണ ഏത് ജില്ലയിലായിരിക്കും? എന്തെങ്കിലും പ്രവചനമുണ്ടോ? പ്രതീക്ഷ തിരുവനന്തപുരമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. പല ജില്ലകളിലെ ടിക്കറ്റുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് എന്നാണ്. പാലക്കാട് ജില്ലയിലെ ടിക്കറ്റുകൾക്കാണ് ഈ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഏറുന്നത് എന്നാണ് ജീവനക്കാർ തന്നെ പറയുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം. ആരാകും ആ ഭാഗ്യവാൻ എന്നറിയാൻ. ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുന്നു. 25 കോടി സ്വന്തമാക്കുന്ന ആ മലയാളി തിരുവോണം ബമ്പർ നറുക്കെടുപ്പിലെ ആ ഭാഗ്യശാലി ആരെ എന്നറിയാൻ. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സംസ്ഥാനത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുന്നതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇനി പൊതു റാലികൾ സംഘടിപ്പിക്കാൻ അനുവാദം നൽകില്ല എന്ന് തമിഴ്നാട് സർക്കാർ മദ്രാസ് ഹൈക്കോടതിയിൽ പറഞ്ഞു. കരൂർ ദുരന്തത്തിന് പിന്നാലെ കോടതിയിൽ എത്തിയ പൊതുതാൽപര്യ ഹർജികളിൽ ആണ് സർക്കാരിന്റെ മറുപടി. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളി. TVK നേതാക്കളുടെ മുൻകൂർ ജാമ്യ ഹർജിയും വൈകാതെ കോടതി പരിഗണിക്കും. അതേസമയം വിജയ് പരിപാടിയിൽ വൈകിയെത്തിയത് അപകടത്തിന് കാരണമായി എന്നും അനാഥമായ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും കരൂർ സന്ദർശിച്ച ശേഷം CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം പേര് മരണമടയുന്ന ഒരു ദുരന്തം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ കിട്ടിയ വിവരങ്ങളനുസരിച്ച് നിശ്ചിത സമയം കഴിഞ്ഞ് 7 മണിക്കൂർ വൈകിയാണ് ഈ ശ്രീ വിജയ്, പാർട്ടിയുടെ TVKയുടെ പ്രമുഖ നേതാവ്, യോഗസ്ഥലത്തെത്തിയത് എന്നാണ് അറിയുന്നത്. ഇത്രയും നേരം ഈ ചൂടിൽ ഉച്ചസമയത്ത് 2 മണിക്ക് യോഗം എന്ന് പറഞ്ഞിട്ട് 2 മണിക്ക് വരുന്നില്ല, എന്നിട്ട് 12 മണി തൊട്ടേ ആളവിടെ തടിച്ചുകൂടി. അപ്പോൾ ഇത്രയും നേരം കാത്തിരുന്നതും ആ കാത്തിരുന്നവർക്ക് കുടിവെള്ളമോ എന്തെങ്കിലും ചെറിയ ഭക്ഷിക്കാനുള്ള എന്തെങ്കിലും ലഘുഭക്ഷണങ്ങളോ ഒന്നും കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ടായില്ല. കാരവനകത്ത് വിജയ് വരുന്നതോടുകൂടി അവിടെ അനിയന്ത്രിതമായ ആളുകളുടെ തിക്കിത്തിരക്കാണ്. CPIM ആവശ്യപ്പെടുന്നത് ഈ ആളുകൾ മരണമടഞ്ഞ കുടുംബങ്ങളിൽ ഒരാൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു തൊഴിൽ നൽകാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. അഭിലാഷ് രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, കോടതിയിലെത്തിയത് പല ഹർജികളായിരുന്നു. ആ ഹർജികളിൽ കോടതിയുടെ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എന്താണ് സർക്കാർ കോടതിയെ അറിയിച്ചത്? അഭിലാഷ്, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ TVKയ്ക്കും അതുപോലെ DMKയ്ക്കും എതിരെ ഉണ്ടായിരിക്കുന്നത്. 2 പാർട്ടികൾക്കും, സർക്കാരിനും അതുപോലെ രാഷ്ട്രീയ പാർട്ടിക്കും വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് ആൾക്കാരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സർക്കാരിന്, അതുപോലെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്താൻ കഴിയാത്തത് സർക്കാരിന് എന്തുകൊണ്ടാണ്, അവിടുത്തെ മനുഷ്യർക്ക്, രാജ്യത്തെ പൗരന്മാരുടെ, സംസ്ഥാന സർക്കാരിൻ്റെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് സർക്കാരിനെതിരെ ഹൈക്കോടതി ഉന്നയിച്ചത്. അതേസമയം തന്നെ TVKയോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടുമ്പോൾ അവർക്ക് വേണ്ട
ആഹാരമോ അവർക്ക് വേണ്ട വെള്ളമോ ഒരുക്കേണ്ടത് ആ പാർട്ടിയുടെ ചുമതലയല്ലേ? അതുപോലെ അച്ചടക്കമില്ലാത്തവരെ നിയന്ത്രിക്കേണ്ടത് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെയല്ലേ? എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ TVKയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് സർക്കാർ TVKയോടും DMKയോടും ചോദിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒരു സംസ്ഥാനത്ത് ഓരോ റാലികളും സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ വേണ്ടത്, അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇനി കൃത്യമായി രൂപീകരിക്കുന്നത് വരെ സംസ്ഥാനത്ത് ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും റാലി നടത്താൻ അനുമതി നൽകില്ല എന്നുകൂടി സർക്കാർ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഈ കരൂർ വിഷയത്തിൽ പൊതു താൽപര്യ ഹർജികൾ കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഹൈക്കോടതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു മറുപടി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ കുറച്ചു കാലത്തേക്കെങ്കിലും വലിയ രീതിയിലുള്ള റാലികൾ സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്നുള്ളത് ഇതോടെ വ്യക്തമായിരിക്കുന്നു. അതേസമയം തന്നെ കോടതി പറയുന്നത് ഇത്തരത്തിൽ ഏത് റാലികൾ സംഘടിപ്പിച്ചാലും അവിടെ ആളുകൾ എത്തുന്നിടത്ത് കൃത്യമായ അവർക്ക് വെള്ളവും മറ്റ് ഭക്ഷണങ്ങളും അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കേണ്ടത് അതാത് പാർട്ടികളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി റാലികൾ നടത്തുമ്പോൾ അത് സ്റ്റേറ്റ് ഹൈവേക്കോ നാഷണൽ ഹൈവേയിലോ വെച്ച് നടത്താൻ പാടില്ല. അതിന് തുറസായ മറ്റേതെങ്കിലും സ്ഥലം കണ്ടെത്തണമെന്നും കൂടി ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കരൂരിൽ ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടുത്തെ ബാധിക്കപ്പെട്ട ആൾക്കാരും പരിക്കേറ്റവരെയൊക്കെ പോയി നേരിട്ട് കണ്ടു, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി. അതിനുശേഷം ന്യൂസ് 18നോട് പറഞ്ഞത് വിജയ് അവിടെ എത്താൻ വൈകിയത് അപകടത്തിൻ്റെ ഒരു ആക്കം കൂട്ടി എന്നുള്ളതാണ് MA ബേബി പറയുന്നത്. അതുപോലെ അവിടെ മരിച്ചവരുടെ ബന്ധുക്കൾക്ക്, അനാഥരായ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകണമെന്നുകൂടി MA ബേബി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നതുവരെ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല. ആരെങ്കിലും തെറ്റുകാരനാണെന്നോ ആരെങ്കിലും തെറ്റുകാരനല്ലെന്നോ പറയാൻ താൻ മുതിരുന്നില്ല എന്നുകൂടി MA ബേബി പറഞ്ഞു വെച്ചു. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് അഭിലാഷ് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ F-16 അടക്കം പാകിസ്ഥാന്റെ 5 ഫൈറ്റർ ജെറ്റുകൾ തകർത്തതായി വ്യോമസേനാ മേധാവി. C-130 അടക്കമുള്ള വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടമായി എന്നും വ്യോമസേനാ മേധാവി AP സിംഗ് വെളിപ്പെടുത്തി. Pakistan losses are concerned. I think it was very clear. It was clearly spelled out in the initial debriefs also that we have struck a large number of their airfields, and we've struck a large number of their installations. And what we have gathered from whatever reports we have got is that on ground, because of our strikes, there have been radars at least 4 places, command and control centers at 2 places, runway of course damaged at 2 places. Then 3 of their hangars in 3 different stations have been damaged, and in that hangar as well as on tarmac we have signs of one C-130 class of aircraft, one AEWC class of aircraft, and at least 4 to 5 fighter aircraft, most likely F-16, because that base happened to be F-16, which would have been under maintenance that time. യെസ്, ER രാകേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാകേഷ്, ഏഷ്യ കപ്പിലെ ക്രിക്കറ്റിനിടയിൽ പോലും ഇന്ത്യ പാക് സംഘർഷം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ഇന്ത്യ കൃത്യമായി മറുപടി നൽകുകയാണ്. പാകിസ്ഥാന്റെ മെനഞ്ഞെടുക്കലുകളാണ് ഇതെല്ലാം, അതിൻ്റെ പ്രതിഫലനമാണ് എല്ലായിടത്തും കാണുന്നത് എന്നും ഇന്ത്യ എന്താണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി സേനാ മേധാവി പറയുകയല്ലേ? അതെ അഭിലാഷ്, കാരണം അടുത്തിടെ UN ജനറൽ അസംബ്ലിയിൽ പാക് പ്രധാനമന്ത്രി ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ പറഞ്ഞത് ഇന്ത്യക്കെതിരായി സൈനിക നീക്കം വിജയമെന്നായിരുന്നു. അതിന് ഇന്ത്യ അന്ന് തന്നെ മറുപടി അതേ വേദിയിൽ നൽകിയതാണ്. പ്രത്യേകിച്ച് റൺവേകൾ തകരുന്നതാണോ വിജയമെന്ന ചോദ്യം ഇന്ത്യ അന്ന് തന്നെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വ്യോമസേന മേധാവി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണവും കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം കണക്കുകൾ നിരത്തുകയാണ്. എന്തൊക്കെ നടപടികൾ സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ടായി, വ്യോമസേനയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനെതിരെ ഉണ്ടായി ഓപ്പറേഷൻ സിന്ദൂറിൽ എന്ന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുകയാണ്. അതിലാണ് 5 ഫൈറ്റർ ജെറ്റുകൾ തകർത്തു എന്ന് പറയുന്നത്. അത് ഭൂരിഭാഗവും F-16 അല്ലെങ്കിൽ J-17 ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് F-16 ആണെങ്കിൽ US നിർമ്മിതം, J-17 ആണെങ്കിൽ ചൈനീസ് നിർമ്മിതം. മറ്റ് കാര്യങ്ങൾ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെ തകർത്തു എന്നുള്ളത്. അതിലേറ്റവും പ്രധാനമായി 2 കമാൻഡുകളും 2
കൺട്രോൾ സെന്ററുകളും തകർത്തിട്ടുണ്ട്. കൂടാതെ വ്യോമസേനാ താവളങ്ങളിലെ 2 റൺവേകൾ തകർത്തു. 3 ഹാങ്ങറുകൾ, അതായത് ഈ വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന 3 ഹാങ്ങറുകളും ഇന്ത്യയുടെ വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്നു. അവിടെ വെച്ചാണ് C-130 വിമാനം തകർന്നത്. അതായത് മിലിറ്ററി ആവശ്യങ്ങൾക്കായി സൈനികരെ അടക്കം കൊണ്ടുപോകുന്ന വലിയ വിമാനമായ C-130 തകർക്കുന്നത് അവിടെ വെച്ചാണെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഓപ്പറേഷനിടയിൽ ഏതാണ്ട് 10ലധികം വിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. ഏതായാലും പാക് പ്രധാനമന്ത്രിയുടെ ഈ അവകാശവാദത്തിന് പിന്നാലെയാണ് വ്യോമസേനാ മേധാവി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ വർഷമാണ് അദ്ദേഹം കടന്നുപോയതെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് കൂടാതെ 300 കിലോമീറ്റർ അകത്തേക്ക്, പാകിസ്ഥാന്റെ അകത്തേക്ക് പ്രവേശിച്ച് ചില തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കാനും വ്യോമസേനയ്ക്ക് സാധിച്ചു എന്നുകൂടി അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കെട്ടുകഥകൾ എന്നാണ്. അഭിലാഷ്. യെസ്, പാകിസ്ഥാൻ ഇത്തരം കെട്ടുകഥകൾ തുടരുക തന്നെയാണ് എന്ന വലിയ വിമർശനം ആണ് ഇന്ത്യ ഉന്നയിക്കുന്നത്. അത് വിമർശനമായി ഉന്നയിക്കുമ്പോൾ അതിൻ്റെ തെളിവുകളടക്കം നിരത്തിക്കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാന്റെ കെട്ടുകഥകളെ തകർക്കുന്നത്. പാക് അധീന കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാകുന്നു. പോലീസ് വെടിവെപ്പിൽ ഇതുവരെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. 3 പോലീസുകാർക്കും ജീവൻ നഷ്ടമായി. ക്രമസമാധാന നില വഷളാകുന്നതിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആശങ്ക രേഖപ്പെടുത്തി. കലുഷിതമാണ് പാക് അധീന കശ്മീർ. സമീപകാലത്തെ ഏറ്റവും വലിയ പ്രക്ഷോഭം. 12 നിയമസഭാ സീറ്റുകളിൽ കശ്മീരി അഭയാർത്ഥികൾക്കുള്ള സംവരണം അവസാനിപ്പിക്കണമെന്നതടക്കം 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധത്തെ സുരക്ഷാ സേന നേരിട്ടതോടെ സമരം പലയിടത്തും അക്രമാസക്തമായി. 5 ദിവസം പിന്നിടുമ്പോൾ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് 12 പേർ. 3 പോലീസുകാരും മരിച്ചു. സമരം തുടങ്ങിയ 29-ാം തീയതി മുതൽ കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളുമായി POK പ്രധാനമന്ത്രി ചൗധരി അൻവറുൽ ഹഖ് ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. പ്രക്ഷോഭം വ്യാപിക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രതിഷേധക്കാരോട് സംയമനത്തോടെ പെരുമാറാൻ സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകി. സുതാര്യമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ ഉറപ്പ്. പ്രശ്നപരിഹാരത്തിനായി രൂപീകരിച്ച സമിതി വിപുലീകരിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിന് അയവില്ലാത്തതിനാൽ മേഖലയിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലഡാക്കിന്റെ സംസ്ഥാന പദവിക്കെതിരെ കേന്ദ്രം നിൽക്കുന്നത് അദാനിയെ പോലുള്ളവരെ സഹായിക്കാനെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ. സോനം വാങ് ചുക്കിനെതിരെ നടക്കുന്നത് ഹീനമായ നടപടിയാണ്. സോനം വാങ് ചുക്കിനെതിരെ പ്രചരിപ്പിക്കുന്ന വീഡിയോ എഡിറ്റഡ് ആണ്. BJPയുടെ IT സെൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പതിവാണ് എന്നും പ്രശാന്ത് ഭൂഷൺ കുറ്റപ്പെടുത്തി. പാലക്കാട് മണ്ണാർക്കാട് കാട്ടുപന്നി കുറുകെ ചാടി പഞ്ചായത്ത് അംഗത്തിന് പരിക്കേറ്റു. കോട്ടോപ്പാടം പഞ്ചായത്ത് അംഗം നിജോ വർഗീസിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ കാട്ടുപന്നി ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ അബോധാവസ്ഥയിലായിരുന്ന നിജോ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പ്രധാന അപകട മേഖലകളിൽ ഒന്നായ കിഴക്കേക്കോട്ടയിൽ പുതിയ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നതോടെ പ്രദേശത്തെ ഗതാഗതക്കുരുക്ക് കുറഞ്ഞു തുടങ്ങി. KSRTC കരമടച്ച സ്ഥലമാണ് എന്ന് കാണിച്ച് ബസ് സ്റ്റോപ്പിന്റെ ഭാഗം ബാരിക്കേഡ് വെച്ച് തിരിക്കുകയും പ്രൈവറ്റ് ബസ്സുകൾക്ക് പ്രവേശനം നിരോധിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് മേഖലയിലെ ട്രാഫിക് കൂടുതൽ സുഗമമായത്. അതേസമയം പുതിയ മാറ്റം വന്നതോടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനം കുറഞ്ഞു എന്നാണ് പ്രധാന ആരോപണം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കിഴക്കേക്കോട്ടയിലെ സീബ്ര ലൈൻ കൂടി റോഡ് മുറിച്ചു കടക്കുക എന്നതുപോലും വളരെ അപകടം നിറഞ്ഞ ഒന്നായിരുന്നു. ഇവിടുത്തെ കുത്തഴിഞ്ഞ ഗതാഗത സമ്പ്രദായം നിരവധി അപകട മരണങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരമായിരിക്കുകയാണ് നിലവിലെ ട്രാഫിക് പരിഷ്കാരം. ഇപ്പോൾ കിഴക്കേക്കോട്ടയിലെ ട്രാഫിക് സുഗമമാണ്. കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റാൻഡിലേക്ക് KSRTC ബസ്സുകൾക്ക് മാത്രം കയറാൻ കഴിയുന്ന തരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. നഗരത്തിലെ തന്നെ പ്രധാന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഈ മേഖലയിലെ തിരക്ക് കുറയ്ക്കുകയും അപകടങ്ങൾ ഇല്ലാതാക്കുകയും എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിഷ്കാരം നടപ്പാക്കിയത്. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ, കമ്മീഷണർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, RTO എന്നിവർ യോഗം ചേർന്നാണ്
പരിഷ്കാര പദ്ധതി തയ്യാറാക്കിയത്. യാത്രക്കാർ പുതിയ മാറ്റം സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്നവരെ കുറച്ചെങ്കിലും ഈ മാറ്റം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. നല്ലതായിട്ടാണ്. സീബ്ര ലൈൻ ഉള്ളതുകൊണ്ട് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്, അപകടങ്ങൾ കുറവാണ്. നല്ലതായിട്ടാണോ തോന്നുന്നത്? കുറച്ച് നല്ലതാണ്. ഈ ബസ് പുറത്തെടുത്താലും ചാടൂലല്ലോ, അങ്ങനെ ഒരു നല്ലൊരു പോയിന്റാണ് ചെയ്തത്. എന്തുകൊണ്ട് നല്ലതാ. പെട്ടെന്ന് നമ്മളെ പോലെ വയസ്സായവരെ ഇങ്ങനെ കടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കാനും നല്ലതാ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് അയ്യോ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇല്ലായിരുന്നു, അതിനിടയ്ക്ക് ഇപ്പൊ പെട്ടെന്ന് ഉണ്ടായതല്ലേ, അത് നല്ല സന്തോഷമായി. ഒരു പരിധിവരെ നല്ലതാണ്. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതായിട്ട് നല്ലതാണ് എന്നാണ് തോന്നുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് കണ്ട ഒത്തിരി കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോകും. ട്രാൻസ്പോർട്ടുകാർക്ക് പോകാൻ, ആട്ടോക്കാർക്ക് പോകാൻ പറ്റില്ല. ഇവര് തോന്നിയാണ് കൊണ്ട് പലയിടത്തും കൊണ്ട് തള്ളിയിട്ട് പോകും. വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് പിന്നെ മുമ്പ് ആണെങ്കിൽ ഇവിടെ കിടക്കുവാണെങ്കിൽ ഇവിടെ അത്രയും വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ എവിടെ അങ്ങ് പോകണ്ടേ, വലിയ ബുദ്ധിമുട്ടാണ്. വെയിൽ കൊണ്ട് നിൽക്കണം, അത് വണ്ടി വരുന്നവരെ കാത്തിരിക്കണം. ഇത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു നേരത്തെ. ഗതാഗത കുരുക്കിന് പരിഹാരമായെങ്കിലും പ്രൈവറ്റ് ബസ്സുകൾക്ക് ഈ മാറ്റം കനത്ത തിരിച്ചടിയാണെന്നാണ് ബസ് തൊഴിലാളികളുടെ നിലപാട്. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് മുന്നിൽ നിന്ന് സർവീസ് ആരംഭിക്കാനാണ് സ്വകാര്യ ബസ്സുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനു പുറമെ പ്രൈവറ്റ് ബസ്സുകൾക്കും കിഴക്കേക്കോട്ടയിലെ സ്റ്റാൻഡിലേക്ക് കയറാനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് പ്രധാന ആവശ്യം. അത്യാവശ്യം ഒരു കളക്ഷൻ ഉണ്ടായിരുന്ന വണ്ടി ഇപ്പൊ സത്യം പറഞ്ഞപ്പം വലിയ വരുമാനമില്ല ഇങ്ങനെ ആയപ്പോ തൊട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ച് നിൽക്കുന്ന യാത്രക്കാരുണ്ട്. അവരാരും ഇപ്പൊ ബസ്സിൽ കയറുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട്. കാരണം നടന്നില്ല, ഇത്രയും ഡിസ്റ്റൻസ് നടന്ന് ഒന്നിനും അവർക്ക് ഇത്രയും ചുറ്റി വരണം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറേണ്ടത് ഈ പ്രായമുള്ള യാത്രക്കാർ, സ്ഥിരം വന്ന കുറെ യാത്രക്കാർ ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്ന് വെച്ചാൽ ഒരു സമയമാകുമ്പോഴത്തേക്കും 5 ബസ് ഒരുമിച്ച് പോകും, പിന്നെ ഒരു 15 മിനിറ്റേക്ക് ബസ് കാണൂല. അപ്പൊ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരും. വെളിയെ പിടിക്കാൻ നോക്കില്ല, നമുക്ക് അകത്തെ വെളിയെ പിടിച്ച് ആളൊന്നുമില്ല, അകത്ത് കയറാൻ നോക്കില്ല. അവിടെ ആൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ സൗകര്യം അനുസരിച്ച് പ്രൈവറ്റ് ബസ്സിലോ അതിലോ ഏതിനോ വേണോ കയറി പോകാനുള്ള അവരുടെ ആ ശ്രമത്തെ തടയുന്ന ഒരു പരിപാടിയാണ്. അപ്പം കണ്ടില്ലേ, 4, 3, 7 പേരെയും കൊണ്ട് ഞങ്ങൾ സിവിൽ സ്റ്റേഷൻ വരെ പോകണം. ഇത് ഏത് മുതലാളിയാണ് കുത്തുവള എടുക്കാത്തത്? പ്രൈവറ്റ് ബസ്സുകാരെ വയറ്റത്തടിച്ചും പൊതുജനങ്ങളെ വെയിലത്ത് നിർത്തിയുമുള്ള ഈ പരിഷ്കാരത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് കിഴക്കേക്കോട്ടയിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഈ ഒരു പരിഷ്കാരം ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണെങ്കിലും ഒരു വിഭാഗത്തെ എങ്കിലും അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ട് KSRTC പഠിച്ച് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. അമേരിക്കയിലെ അടച്ചുപൂട്ടലിൽ ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആരോഗ്യ സുരക്ഷാ ഫണ്ടുകളുടെ ആനുകൂല്യം അനധികൃത കുടിയേറ്റക്കാരിലേക്ക് എത്തിക്കാനാണ് ശ്രമം. രാജ്യത്തിന്റെ അതിർത്തി ക്രിമിനലുകൾക്ക് തുറന്നുകൊടുക്കണമെന്ന നയമാണ് ഡെമോക്രാറ്റുകളുടേത് എന്നും ട്രംപ് വിമർശിച്ചു. അടച്ചുപൂട്ടൽ 3-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു തുടങ്ങി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 10,820 രൂപ, പവൻ 86,560. 18 ക്യാരറ്റ് ഗ്രാം 8,960, പവൻ 71,680. വെള്ളി ഗ്രാം 158, കിലോ 1,58,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം ചേരും. നമസ്കാരം.